കണ്ടേ, ആണുങ്ങൾക്കിട്ട് ഉണ്ടാക്കാനായിട്ട് പുതിയൊരു നിയമം കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും നാളും കല്യാണം കഴിക്കാതെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പൊട്ടന്മാരാവും. ഈ ഇത്തരത്തിലുള്ള കുണാപ്പ് നിയമങ്ങൾ കാരണമാണ് ആൾക്കാർ വിവാഹം കഴിക്കാതെ ലിവിങ് റിലേഷനിൽ ജീവിക്കുന്നത്. അവരെ കൂടെ ആ കുഴിയിലോട്ട് കൊണ്ടുവന്ന് തന്നെ ചാടിക്കാൻ വേണ്ടി ഓരോ അവന്മാർ നിയമമെന്ന് പറഞ്ഞിട്ട് കച്ചയും കെട്ടി ഇറങ്ങി സുപ്രീം കോടതി വന്ന് ഇരിപ്പുണ്ട്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായി നല്ല അടിപൊളി വിധി വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ ലിവിങ് റിലേഷൻഷിപ്പിലുള്ളവരെ പ്രണയ വിവാഹം കഴിച്ചതായി കണക്കാക്കാം. അതുപോലെ തന്നെ പങ്കാളിക്ക്, സ്ത്രീക്ക് ഭാര്യയുടെ പദവി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീക്ക് ഭാര്യയുടെ പരിഗണന കൊടുക്കണം, പുരുഷൻ ഭർത്താവിൻ്റെ പരിഗണന കൊടുക്കാവോ? സ്ത്രീക്ക് ഭാര്യയുടെ പരിഗണന കൊടുക്കാനുള്ള ജീവനാംശവും അലവണിയും ചെലവും എല്ലാം ചെയ്യണം. ഇനി ഭർത്താവിന് ഇങ്ങോട്ട് വല്ലതും തിരിച്ചു ചോദിക്കാവോ? തൻ്റെ വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് ഭർത്താവിന് ഇങ്ങോട്ട് തിരിച്ചു പറയാനുള്ള വല്ല അവകാശമുണ്ടോ? അത് ഒരു ഭർത്താവിൻ്റെ അവകാശമായിട്ട് കോടതി കാണുന്നുണ്ടോ? കല്യാണവും അത് കാരണമുള്ള ഈ നിയമത്തൊല്ലയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതിനകത്ത് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി. വിവാഹം കഴിച്ച ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന എല്ലാ നിയമ സംരക്ഷണങ്ങളും ഇത്തരത്തിൽ ലിവിങ് റിലേഷൻഷിപ്പിലുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ കാലയളവിലുണ്ടാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണം ലഭിക്കും. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെലവിന് തരാൻ നിങ്ങളുടെ പങ്കാളി ബാധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ബന്ധങ്ങളും ലിവിങ് റിലേഷൻഷിപ്പായി കോടതി പരിഗണിക്കത്തില്ല. ദീർഘകാലമുള്ള ബന്ധങ്ങളെ മാത്രമേ ഇത്തരത്തിൽ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നോ എന്നതും പരിഗണിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിധിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.